1948 തന്നെ പാകിസ്ഥാൻ സ്പോൺസർഡ് ഭീകരതയെ ഇല്ലാതാക്കേണ്ടതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ആ ഭീകരത ഇന്നുണ്ടാകുമായിരുന്നില്ല എന്നും പ്രധാനമന്ത്രി. നരേന്ദ്രമോദി കടന്നാക്രമിക്കുന്നത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ്, ഒപ്പം കോൺഗ്രസിനെയും. പാകിസ്ഥാനിൽ ഇന്നുള്ള ഭീകര സംഘടനകളെല്ലാം ഉദയം കൊണ്ടത് 1980 മുതൽ 2000 വരെയുള്ള കാലത്താണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964-ലും. 1948 ആക്രമണം നടത്തിയത് ഏതെങ്കിലും ഒരു ഭീകര സംഘടനയല്ല, അത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരാക്രമണം അതായിരുന്നില്ല. 1948 തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരെ നടന്നതാണ്. അതിന്റെ പേരിൽ RSS എന്ന സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. നെഹ്റുവിനെ വീണ്ടും ആക്രമിക്കുന്ന PM മോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് 1947-48 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചാണ്. പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂമി അന്നേ തിരിച്ചു പിടിക്കണമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരു രാജ്യം പിറന്ന് 2 മാസത്തിനു ശേഷം നടന്ന യുദ്ധമാണ്. അന്ന് ജമ്മു കാശ്മീർ ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഭാഗമല്ല. കശ്മീർ അന്നൊരു നാട്ടുരാജ്യമാണ്. ഭരിച്ചിരുന്നത് രാജാ ഹരി സിംഗും. കശ്മീരിൽ അന്ന് കടന്നുകയറിയ പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം നിലയുറപ്പിച്ചത് അന്നാട്ടിലെ വലിയൊരു വിഭാഗമായിരുന്നു. എന്നിട്ടും രാജാ ഹരിസിംഗിന്റെ അഭ്യർത്ഥന മാനിച്ച് അവിടെ എത്തിയ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിന്റെ 2/3 തിരിച്ചുപിടിച്ചു. ശ്രീനഗറിനടുത്തും ജമ്മുവിലും വരെ എത്തിയ പാകിസ്ഥാൻ സൈന്യത്തെ തിരികെ പായിച്ചാണ് പ്രദേശം ഇന്ത്യ പിടിച്ചെടുത്തത്. ഹരി സിംഗ് ഇന്ത്യയോടാണ് സഹായം അഭ്യർത്ഥിച്ചത് എങ്കിലും ആ സമയത്ത് പാകിസ്ഥാൻ കീഴടക്കിയ പ്രദേശമായിരുന്നു കശ്മീർ. അതാണ് ഏറ്റവും ശക്തമായ സൈനിക നടപടിയിലൂടെ തിരികെ പിടിച്ചത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്തല്ല അന്ന് പാകിസ്ഥാൻ അതിക്രമിച്ചു കയറിയത്. അന്ന് സ്വതന്ത്ര നാട്ടുരാജ്യമായി നിന്ന ജമ്മു കാശ്മീരിലായിരുന്നു കടന്നാക്രമണം. അവിടെയുള്ള ഓരോ ഇഞ്ച് ഭൂമിയും ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ വിജയം ആർക്കാണ്? കശ്മീർ താഴ്വരയും ജമ്മു പ്രവിശ്യയും ലഡാക്കുമെല്ലാം അങ്ങനെ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. കടന്നുകയറി വന്ന സൈന്യത്തെയാണ് മടക്കിയോടിച്ചത്. പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ തോറ്റതിന്റെ പ്രതിഫലനമായിരുന്നു അവിടെ നടന്ന പട്ടാള അട്ടിമറി നീക്കം. ലിയാഖത്ത് അലി ഖാനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ ജനറൽ അക്ബർ ഖാൻ ശ്രമിച്ചത് ഈ പരാജയം ചൂണ്ടിക്കാണിച്ചാണ്. ഐക്യരാഷ്ട്ര സംഘടന അന്ന് മുന്നോട്ട് വച്ച മധ്യസ്ഥ കരാറുകൾ അംഗീകരിച്ചാണ് സൈന്യത്തിന്റെ അതൃപ്തിക്ക് കാരണമായത്. ഇന്ത്യ അല്ല അന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. ഇരു സൈന്യങ്ങളും അപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ നിയന്ത്രണ രേഖ എന്ന് വിശേഷിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. അതിനുശേഷം വെടിനിർത്തൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അന്നുണ്ടാക്കിയ അതേ നിയന്ത്രണ രേഖയാണ് ഇന്നും അതിർത്തിയായി കണക്കാക്കുന്നത്. അതിന് കാര്യമായൊരു മാറ്റം വരുത്താൻ നിരവധി ഭരണമാറ്റങ്ങൾ വന്നിട്ടും ആർക്കും സാധിച്ചില്ല. മുഴുവൻ കശ്മീരും ഇന്ത്യയുടെ കീഴിലാക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് നെഹ്റു അനുസരിച്ചില്ല എന്നാണ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ പറയുന്നത്. കശ്മീരിലെത്തിയ മുജാഹിദീനുകളെ 1947 തന്നെ കൊല്ലണമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന കശ്മീർ കൂടി പിടിക്കണമെന്നായിരുന്നു സർദാർ പട്ടേൽ നെഹ്റുവിനോട് പറഞ്ഞത്. അന്ന് നെഹ്റു അത് ചെവിക്കൊണ്ടില്ല. 75 വർഷമായി തുടരുന്നത് അതേ ഭീകരതയാണ്. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു നെഹ്റുവും പട്ടേലും തമ്മിൽ അക്കാലത്ത് നടന്ന സംഭാഷണങ്ങൾ? ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 1950 മാർച്ച് മാസം 26 ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേലിന് എഴുതിയ ഒരു കത്തുണ്ട്. 3000-ലേറെ വാക്കുകളുള്ള ആ കത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നയവും പരിപാടിയും. ഭരണഘടനയിൽ അധിഷ്ഠിതമായി എങ്ങനെ രാജ്യത്തെ പ്രശ്നങ്ങൾ നേരിടണം എന്ന് ആ കത്തു തന്നെ ധാരാളമാണ്. ആ കത്ത് തുടങ്ങുന്നത് നെഹ്റുവും പട്ടേലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എണ്ണി പറഞ്ഞാണ്. മൈ ഡിയർ വല്ലഭായി എന്ന് തുടങ്ങുന്ന ആ കത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാം. ഉദ്ധരണി ആരംഭിക്കുന്നത്, അങ്ങ് ഓർക്കുന്നുണ്ടാകും, ഗാന്ധിജിയുടെ മരണത്തിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബാപ്പുവിന്റെ മുന്നിൽ വച്ച് തന്നെ സംസാരിച്ചത്. ആ ചർച്ചകൾ ഏതാണ്ട് ഗാന്ധിജി മരിച്ച ദിവസം വരെ തുടരുകയും ചെയ്തു. ചില വിഷയങ്ങളിലെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വൈകാരികമായ മനോനില വരെ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇത്രയും ആ കത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. ടെമ്പർമെന്റൽ ഡിഫറൻസസ് എന്നു തന്നെയാണ് നെഹ്റു അവിടെ പറയുന്നത്. ഇങ്ങനെ അകൽച്ച വിശദീകരിച്ചു തുടങ്ങുന്ന കത്തിന്റെ മധ്യഭാഗത്താണ് പാകിസ്ഥാൻ പ്രശ്നം പറയുന്നത്. വീണ്ടും കത്തിലേക്ക്.
ബംഗാളിലെ പ്രശ്നത്തിനും ഇന്തോ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കും പല മുഖങ്ങളുണ്ട്. രാഷ്ട്രീയപരം, സാമ്പത്തികപരം, വർഗീയപരം, വാണിജ്യപരം, ദേശീയപരം, രാജ്യാന്തരപരം. തീർച്ചയായും ഇതിൽ വർഗീയപരമായ പ്രശ്നങ്ങളാണ് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. വർഗീയത അവസാനിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനുമാണ് ദീർഘകാലമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ നയവും പാർലമെന്റ് അംഗീകരിച്ചതും. നമ്മൾ ഒരു മതേതര രാഷ്ട്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മതേതരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ എന്താണോ അതല്ലാത്ത ഒരു സന്തുലിതമായ രാഷ്ട്രമാണ്. മുസ്ലിം ലീഗോ പാകിസ്ഥാനോ ചെയ്യുന്നതും പറയുന്നതുമല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടത്. മറ്റേതു നയം സ്വീകരിച്ചാലും അവിടെ അപകടവും അത്യാഹിതവും ഉണ്ടാകും. ഇങ്ങനെ വിശദീകരിക്കുന്ന ആ കത്ത് എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. ആ കത്തിലെ മറ്റൊരു ഭാഗത്ത് കുറച്ചുകൂടി വ്യക്തതയുണ്ട്. പാകിസ്ഥാൻ അവിടെ പറയുന്നത് തന്നെയാണ് ഹിന്ദു മഹാസഭ ഇവിടെ പറയുന്നതും. അതല്ല നമ്മുടെ നയം. വർഗീയതയോടുള്ള ഗാന്ധിജിയുടെ നയമാണ് ശരിക്കും നമ്മൾ പിന്തുടരുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ ഹൃദയം നേടുക കൂടി വേണം എന്നാണ് ഗാന്ധിജിയുടെ നയം. പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ ഭയചകിതരാണ്. അവർ ഇങ്ങോട്ട് വരാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ഭയചകിതരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബംഗാളിലോ ഡൽഹിയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്തോ സുരക്ഷിതത്വ ബോധമുള്ള ഒരു മുസ്ലിം പോലും ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ അവർക്ക് ഭാവിയിൽ നന്മയും സുരക്ഷയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമില്ല. ഒരു പരിധിവരെ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള വിഷയമല്ല എന്ന് പറയാം. എന്നാലും നമുക്ക് നയത്തിൽ സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് ആ അരക്ഷിതാവസ്ഥ അവരിൽ ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾ അന്യനാട്ടുകാരാണെന്നും വിശ്വസിക്കുന്നതും അവരെ കണ്ടാൽ തന്നെ ഓടിക്കണമെന്നുമുള്ള ബോധം ഇവിടെയുണ്ട്. ഇത്രയും ആ കത്തിൽ വളരെ വ്യക്തതയോടെ പറയുന്നു. ജവഹർലാൽ നെഹ്റു അന്നേ സർദാർ വല്ലഭായ് പട്ടേലിന് എഴുതിയത് തന്നെയാണോ ഇന്നും നേരിടുന്ന പ്രശ്നം? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ നേരിടുന്ന അതേ അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ മുസ്ലിങ്ങളും നേരിടുന്നുണ്ടോ? 1948 തന്നെ ഇല്ലാതാക്കണമായിരുന്നു എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്ന വാചകവും സൃഷ്ടിക്കുന്നത് അത്തരമൊരു അരക്ഷിതാവസ്ഥയല്ലാതെ മറ്റെന്താണ്? അങ്ങനെ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ നോക്കിയിരുന്നുവെങ്കിൽ മതേതര ഇന്ത്യ 75 വർഷം പൂർത്തിയാക്കുമായിരുന്നോ? സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.